ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. നമുക്ക് ആദ്യം 50-ാം സങ്കീർത്തനം 22-ാം വാക്യം വായിച്ച് കേൾക്കാം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. ദൈവമക്കളെ, ഞെട്ടിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. സ്നേഹം മാത്രമായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ചില കർശന വാക്കുകൾ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ഓർമ്മയും മറവിയും. ഇവിടെ ദൈവം പറയുന്നത് ഓർത്തുകൊള്ളുക, മറക്കരുത്. എനിക്ക് ഒന്നാമത് ഓർപ്പിക്കാനുള്ളൊരു കാര്യം, ദൈവം നമ്മെ ഓർക്കുന്നു. സങ്കീർത്തനം 8:4, 136:23. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. തേജോമയനായ ദൈവം, അണ്ഡഘടാകത്തിന്റെ ഉടയവൻ, മാലാഖമാര് മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന സർവശക്തനായ, സർവത്തിന്റെ നിയന്ത്രിതാവായിരിക്കുന്ന, അത്യുന്നതനായിരിക്കുന്ന ദൈവം എന്നെ ഓർക്കുന്നു. എന്നെ ഓർക്കുന്നു. എന്നെ ഓർക്കുവാൻ ഞാൻ എന്ത്? ഞാൻ ആര്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എത്ര നിസ്സാരൻ. 136:23 വായിച്ച്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ താഴ്ചയിൽ ഓർത്തത് കൊണ്ടല്ലേ ഈ രംഗത്ത് ഞാൻ നിൽക്കാൻ ഇടവന്നത്. എൻ്റെ ഏതെങ്കിലും യോഗ്യതയുടെ കണിക, ഏതെങ്കിലും ചെറിയ അംശമെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് അല്ലാതെ, മൈനസ് അല്ലാതെ ഒരു പ്ലസ് പോയിന്റ് പറയുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര പരിധിയാലും കാണുന്നുണ്ടായില്ല. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തു, എൻ്റെ അരിഷ്ടതയിൽ എന്നെ ഓർത്തു, എൻ്റെ നിസ്സാരതയിൽ എന്നെ ഓർത്തു, ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ എന്നെ ഓർത്തു, ചീഞ്ഞഴുകി ദുർഗന്ധം വമിച്ച് ചവക്കുഴിയിൽ കിടന്നപ്പോൾ എന്നെ ഓർത്തു, കുഷ്ഠം പിടിച്ച് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന രംഗത്ത് അവൻ എന്നെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം നിസ്സാരതയിലാണ് ദൈവം ഓർത്തത്. ചിലതെല്ലാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ പൊങ്ങച്ചക്കാർക്ക്, ഈ അഹങ്കാരികൾക്ക്, ഈ തലഖനമുള്ളവർക്ക്, തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ നട്ടല് നിവർത്തി ഞാൻ ഏതാണ്ടൊക്കെ ആണ് എന്ന് വിചാരിച്ച് നിവർന്നടക്കുന്നവരെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്താ ചിന്തിക്കുന്നത്? ഒന്ന് വായിച്ച് ഉൽപ്പത്തി 18:27. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് പൊടിയും വെണ്ണീറുമായ ഞാൻ. കേട്ടോ നിങ്ങള്? ഇതാരാ? എൻ്റെ അപ്പുറം ഇരിക്കുന്ന ആളല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല. വെറും പൊടിയും വെറും ചാരവുമായ വിലയില്ലാത്ത ഞാൻ. അത് തന്നെ 103-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിലും പറയും. ഇത് ഓരോരുത്തരും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. 103-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം, 103:14. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. വെറും പൊടിയാണ്. ഈ നിലത്ത് വെറും പൊടിയാണ്. മനുഷ്യ, നീ മണ്ണാണ്. നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഊതി കിട്ടിയതായ ജീവശ്വാസത്തിൻ്റെ മേന്മ മാത്രമേ ഉള്ളൂ. ഞാൻ ആരാണ്? നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയാറുണ്ടോ? ഹല്ലേലൂയ. ഇയ്യോബ് 25:5-6 കൂടെ വായിച്ച്. ദൈവത്തിന് സ്തോത്രം. ദയവ് ചെയ്ത് ദൈവമക്കൾ ഒന്ന് ഹൃദയം തുറന്നേച്ചും ഈ വചനം ഒന്ന് കേട്ടേ, എന്നിട്ട് ആ നിസാരത ഒന്ന് തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഒന്ന് താണേ. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലല്ലോ. ഞാൻ വെറും പൊടിയാണ്, ഞാൻ വെറും പൂഴിയാണ്, ഞാൻ വെറും വെണ്ണീരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അല്ല, നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് തോന്നുമായിരിക്കും. ആ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ ആരാണ്? എന്താണ് ഇയ്യോബ് പറയുന്നത്? 25:5-6 എന്താ പറയുന്നത്? ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് യോഗ്യത പറയുവാനായിട്ടുണ്ട്? വായിക്കാം. പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും, പുഴുവായിരിക്കുന്ന മനുഷ്യനും, കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? ഓ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ,
പുഴുവായിരിക്കുന്ന മനുഷ്യൻ, കൃമിയായിരിക്കുന്ന മർത്യൻ കേമനാണോ? ഡിഗ്രിയാ? പ്രൊഫസറാ? ഡോക്ടറാ? സമ്പന്നനാ? ബിസിനസ്മാനാ? ജോലി വിദേശത്താ? ദൈവത്തിന് സ്തോത്രം. വെറും പുഴു, വെറും കീടമായിരിക്കുന്ന കൃമി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താ നിലനിൽപ്പുള്ള ദൈവമക്കളെ! യെശയ്യാപ്രവാചകൻ 40 വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. വേദപുസ്തകത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞ് ഉള്ളം തൊട്ട് വായിച്ചാൽ ഈ പൊങ്ങച്ചൊക്കെ അങ്ങ് പോകും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്നെ തന്നെ ഒന്ന് കാണാൻ. 40:6-7 വായിച്ച്, എന്നെ തന്നെ ഒന്ന് കാണാൻ, എന്നെ തന്നെ യഥാർത്ഥമായിരിക്കുന്നതിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞൊന്ന് അംഗീകരിക്കാൻ, ഒന്നും വിനയപ്പെടാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വായിച്ച് 40:6-7. കേട്ടോ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. വിളിച്ചു പറയണം. എന്ത് വിളിച്ചു പറയണം? എന്ത് വിളിച്ചു പറയേണ്ടുവെന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും, സകല ജഡവും പുല്ലുപോലെയും, അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. ഓ, വയലിലെ പൂ പോലെ. രാവിലെ അത് മുളച്ചു വരുന്നു, വൈകുന്നേരം വാടിപ്പോകുന്നു. നല്ല ശോഭയോടെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വർണ്ണശബളായ ഒരു പുഷ്പം വൈകുന്നേരത്തേക്കും അത് നിലത്ത് വീണ് കിടക്കുന്നു. മനുഷ്യ, നീ ആര്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊടിയാണെന്ന് നീ ഓർക്കണം, വെണ്ണീരാണെന്ന് നീ ഓർക്കണം, പുഴുവാണെന്ന് നീ ഓർക്കണം, കൃമിയാണെന്ന് ഓർക്കണം, വെയിലത്ത് കരിഞ്ഞു പോകുന്ന വാടിപ്പോകുന്ന പുല്ലാണ് എന്ന് ഓർക്കണം, വെറും പൂവാണ് എന്നോർക്കണം. ഹല്ലേലൂയ. വാടിപ്പോയി നിലത്ത് വീണ് കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന പൂവാണ് എന്ന് ഓർക്കണം. 39-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. ദൈവമക്കളെ, അതെപ്പോ വേണേലും നിൽക്കാൻ പാടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വചനശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ആശ്വാസത്തോടെ ആരോഗ്യത്തോടെ ജീവനോടെ ചെല്ലണമെന്നുണ്ടോ? ഏത് മനുഷ്യനും ഒരു ശ്വാസമാണ്. അങ്ങോട്ട് വിട്ട ശ്വാസം ഇങ്ങോട്ട് എടുക്കാനുള്ളതായ കഴിവും ശക്തിയും എനിക്കുണ്ടോ? പൊന്നുതമ്പുരാൻ തന്നാലേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ശ്ലീഹ അത് എത്ര വ്യക്തമായി പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഏത് മനുഷ്യനും, ഇന്ന് കാണുന്നതായ ഏത് മനുഷ്യനും വെറും ആവിയാണ്. വായിച്ചേ, 4:14 വായിച്ച്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. വായിക്കാം. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? വാട്ട് ഈസ് യുവർ ലൈഫ് ലൈക്ക്? നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീ കത്തി അകത്ത് കിടക്കുന്നതായ ആ വെള്ളം തിളച്ചു ആവി പോലെ പൊങ്ങുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ തീ അണഞ്ഞു, ആവിയും തീർന്നു. ദൈവമക്കളെ, നിങ്ങളൊരു ദിവസം കേൾക്കില്ലേ, അന്ന് ആ വചനം പറഞ്ഞ CM മാത്യു സാറ് ഇന്ന് കാണുന്നില്ല. ഹീസ് നോ മോർ. ഈ ശ്വാസം എപ്പോഴാണ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ കണ്ട കാലം നിന്റെ സാക്ഷിയായി ജീവിതം ഓടിത്തേക്കണം. നന്ദിയോടെ സ്തോത്രം. ഒന്ന് ഓർക്കണം, ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ നിസ്സാരനായവന്, ഈ ഒന്നുമല്ലാത്തവന്, ഈ കീടമായവന്, ഈ അഴുക്കായവന്, ഈ പുഴുവായവന്, ഈ വാടി ഉണങ്ങി കരുത്തില്ലാത്തവന് ഓർക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, 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 ദൈവത്തിന് സ്തോത്രം. എന്നെ ഓർക്കാൻ ഞാൻ ആര്? 115-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിച്ച്. ദൈവം നമ്മെ ഓർക്കുന്നു. ആരെയെല്ലാമാണ് ഓർക്കുന്നത്? യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അത് മതി. പുഴുവായ യാക്കോബേ, ദൈവത്തിന് സ്തോത്രം. നിനക്കൊരു മേന്മയുണ്ട്. അത്യുന്നതൻ നിന്നെ മറന്നിട്ടില്ല. അവൻ നിന്നെ ഓർക്കുന്നു, അവൻ നിന്നെ പോറ്റും, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ കാക്കും, അവൻ നിന്നെ കരുതും, അവൻ നിന്നെ സംരക്ഷിക്കും. ആരെല്ലാമാണ്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യഹോവ ഓർക്കും എന്നുള്ള പൊതുപ്രസ്താവന നമുക്ക് സന്തോഷം നൽകുന്നതാണ്. പക്ഷെ ആരെയെല്ലാം ഓർക്കുന്നത്? ആരെയെല്ലാം ഓർക്കുന്നത്? ഒന്ന് വായിച്ച് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്. ദൈവം ആരെയാണ് ഓർക്കുന്നത്? 8-ാം അധ്യായം. ലോകത്തുള്ള എല്ലാവരെയും അങ്ങനെ പൊതുവായിട്ട് ഓർക്കുകയല്ല. ദൈവം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഓർക്കുന്ന ആരെയാണ്? ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവരും ഒന്ന് കേട്ട്. ദൈവം ആരെ ഓർത്തു?
യഹോവയായി ദൈവം പെട്ടകത്തിന്റെ അകത്തുള്ളവരെ ഓർത്ത്. അകത്താണ് പുറത്താണ് ആളുകൾ അധികം. വെറും അങ്കുലി പരിമിതമായ 8 പേര്, അതുമാത്രമേ അകത്തുള്ളൂ. പക്ഷെ പൊന്നുതമ്പുരാൻ ഓർക്കുന്നത് സുരക്ഷിതമായി ദൈവത്തിന്റെ വചനം കേട്ട് അകത്ത് കയറിയവരെയാണ്. ദൈവത്തിന് സ്തോത്രം. ബ്ലെസ്സഡ് ആർ ദോസ്, ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പദപ്രയോഗമാണ് പുതിയ നിയമത്തിൽ പൗലോസ് ആവർത്തിച്ച് പറയുന്നൊരു വാക്കാണ്. എന്താണ്? ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിൽ ഉള്ളവർ. ഹല്ലേലൂയ. ഞാൻ ധ്യാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. അരുമനാഥന്റെ തുറക്കപ്പെട്ട തിരുവിലാവ്, കുന്തത്താൽ തുറന്ന തിരുവിലാവ്. ദൈവമക്കളെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങ് ചെറുതായി വന്നിട്ട് എൻ്റെ പൊന്നു കർത്താവിൻ്റെ തിരുവിലാവിലങ്ങ് ഒളിച്ച് മറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദി സേഫസ്റ്റ് പ്ലേസ് ടു ലിവ് ഇൻ ഈസ് ഇൻ ക്രൈസ്റ്റ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ഒരു വിധവയുടെ മകൻ പട്ടാളത്തിലാണ്, പോയിട്ട് നാളുകളായി. ഇന്നത്തെ പോലെ ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഈ അമ്മയ്ക്ക് വിധവയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മകൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരാളുടെ കയ്യിൽ എഴുത്തുമായി പറഞ്ഞയച്ചു, മോനെ എനിക്ക് നിന്നെ കാണാൻ കൊതിയായി, എത്ര നാളുകളായി നീ പോയിട്ട്, ഒന്ന് ഓടി അമ്മയുടെ അടുക്കലേക്ക് ഒന്ന് വരാമോ? എഴുത്തു കൊണ്ട് കൊടുത്തു. പട്ടാള ക്യാമ്പിൽ അവൻ തിടുക്കത്തിൽ ആ എഴുത്ത് വായിച്ചു. ആ എഴുത്തിൻ്റെ തന്നെ അമ്മയുടെ എഴുത്തിൻ്റെ കടലാസിൻ്റെ പിറകിൽ അവൻ എഴുതി വെച്ചു, അമ്മേ എനിക്കിപ്പോൾ ഈ ഉത്തരേഖയിൽ നിന്ന് വരാൻ സാധ്യമല്ല. അമ്മയ്ക്ക് എന്നെ കണ്ടേ മതിയാകൂ എന്നുള്ളതായ അദമ്യമായ അടങ്ങാത്ത ആഗ്രഹം വരുമ്പോൾ രാത്രിയുടെ ഏകാന്തയിൽ ഒരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് അമ്മ ഒരു സ്ഥലത്ത് എന്നെ അന്വേഷിച്ചാൽ അവിടെ നമുക്ക് 2 പേർക്കും ഒന്നിച്ച് കാണാം. എന്നിട്ട് താഴെ എഴുതി, ആ സ്ഥലം ഏതാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന് തുളയ്ക്കപ്പെട്ട തിരുവിലാവിൽ ഞാൻ പാതിരാത്രിക്ക് അല്പസമയം ഒളിച്ചിരിക്കും, അമ്മയും ആ തിരുവിലാവിലേക്ക് വരിക. എന്തൊരു വിശ്വാസത്തിൻ്റെ പച്ചയായ അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ആ മകനൊരു വിശ്വാസിയാണല്ലോ. ദൈവമക്കളെ, നമുക്കൊന്നിച്ച് ഒന്ന് ഒളിക്കാം ആ തിരുവിലാവിൽ. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ കൈകൂപ്പി കുനിയോണ്ട് പറയട്ടെ, എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട തിരുവിലാവ് എൻ്റെ ഏറ്റവും സുഖകരമായ ഒളിവിടമാണ്. നന്ദിയോടെ സ്തോത്രം. അതിനെനിക്കങ്ങ് ചെറുതായി ഞാനെന്നങ്ങ് ഇല്ലാതായി അകത്തേക്കങ്ങ് കയറി ഒളിച്ചിരിക്കണം. ശത്രുവിനോടെ കടന്നു വരാൻ പറ്റുകയില്ല. അവിടെ രക്തത്തിൻ്റെ കിനിവുണ്ട്, നനവുണ്ട്, ഒഴുക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനീ പറയുന്നതിൻ്റെ പൊന്നു കർത്താവ് കേൾക്കുന്നുണ്ടല്ലോ. അവനെൻ്റെ പ്രാണപ്രിയനാണ്. നന്ദിയോടെ സ്തോത്രം. എനിക്ക് വേണ്ടി ചങ്ക് തുറന്നു തന്നവനാണ്. എനിക്കൊരു ഒളിവിടം ഒരുക്കിയവനാണ്. ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ളതായ വാതിലായി ഞാൻ കാണുകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയായി ഞാൻ കാണുകയാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിൽ ഉള്ളവരെ ദൈവം ഓർക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 103-ാം സങ്കീർത്തനം എടുത്ത് 103-ാം സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നൊരു കാര്യം, ദൈവം പൊതുവായി എല്ലാവരെയും ഓർക്കുകയല്ല. ദൈവത്തിന് എല്ലാവരെയും അറിയാം, ഇഷ്ടമാണ്, ശരിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന ഓർത്ത് ആചരിക്കുന്നവരെയാണ് ദൈവം സ്നേഹവാത്സല്യത്തോടെ ഓർത്ത് നോക്കുന്നത്. വായിച്ചേ 103-17-18. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും, യഹോവയുടെ ദയ എന്നും എന്നേക്കും ആർക്കും? അവന്റെ ഭക്തന്മാർക്കും. അടുത്ത വാക്യം, അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും, അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവം ഓർക്കുന്ന ആരാണ്? അവന്റെ കൽപ്പനകളെ ആചരിക്കുന്നവർ, അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർ. സഹോദര സഹോദരി, ഒന്ന് വ്യക്തമായി നിങ്ങളെ തന്നെ ശോധന ചെയ്തേ. നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ വചനപ്രകാരമാണോ? ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണമാണോ നിങ്ങളുടെ കാലടികൾ? നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സത്യവചനപ്രകാരം ക്രമീകരിക്കുന്നുണ്ടോ?
അങ്ങനെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് ദൈവം ഓർക്കുന്നത്. ക്രിസ്തുവിലുള്ളവരെ ഓർക്കുന്നു. വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 132 സങ്കീർത്തനം നമുക്ക് ആശ്വാസം തരുന്നതാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം. 132 സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദൈവം ആരെ ഓർക്കുന്നു? യഹോവേ, ദാവീദിനെയും അവന്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് നമ്മൾ എല്ലാവരും തന്നെ പെടുമില്ലേ? ദാവീദ് പറയുകയാണ്, എന്നെ ഓർക്കാൻ എനിക്കൊന്നുമില്ല, പക്ഷെ എൻ്റെ കഷ്ടതയൊന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 3:19 കൂടെ എടുത്തു വെക്കണം. വിലാപങ്ങളുടെ പുസ്തകം 3:19. ദാവീദിന്റെ കഷ്ടത ഓർത്തു. വേദനിക്കുന്നവര്, നിലവിളിക്കുന്നവര്, മുറിവേറ്റവര്, അനേകർ വിടക്ക് എന്നെണ്ണി തള്ളിക്കളഞ്ഞവര്, ആർക്കും വേണ്ടാത്തവര്, അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഹാലലി. കുണ്ടറയിൽ കിടക്കുന്നവരെ ഓർക്കുന്നൊരു യേശുവുണ്ട്. തീക്കുഴിയിൽ പൊള്ളയേൽക്കാതെ കാക്കുന്നൊരു യേശുവുണ്ട്. സിംഹക്കുഴിയിൽ കാത്തു പരിപാലിക്കുന്നൊരു നല്ലവനായ ദൈവമുണ്ട്. വിലാപങ്ങൾ 3:19 വായിച്ചേ. നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. ജീവിതം കാഞ്ഞിരമാണ്, ജീവിതം കയ്പാണ്, ജീവിതം കഷ്ടതയിലാണ്, ജീവിതം അരിഷ്ടതയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അവിടെ കാക്കാൻ വരുന്ന 2 കരങ്ങളുണ്ട്. അവിടെ കണ്ണുനീര് തുടയ്ക്കാൻ വരുന്ന ആണിപ്പഴുതുള്ള കരങ്ങളുണ്ട്. നന്ദിയോടെ സ്തോത്രം. ചാരാനൊരു മാറിടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരിഷ്ടതയും സങ്കടവും ദുഃഖവും നെടുവീർപ്പും നിലവിളിയും മാർത്തയും മറിയയും എല്ലാം കൊണ്ടും തകർന്നുടഞ്ഞ് കണ്ണുനീരോടെ കഴിയുകയാണ്. ഇതാ ആശ്വാസദായകനായി യേശു കടന്നു വരുന്നു. അവരോട് കൂടെ ഇരുന്ന് കരയുകയാണ്. അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ആ യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും അവന്റെ കാൽപാദം മുത്തി ആ സ്നേഹത്തിന്റെ തലോടൽ രുചിച്ചിട്ടാണ് പാവപ്പെട്ട അടിയൻ എളിമയിലൂടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കൾ ഓരോരുത്തരും ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കാഞ്ഞിരയും കണ്ണുനീരും തകർച്ചയും ദൈവമക്കളെ എല്ലാം ഉണ്ട്. പക്ഷെ ഓർക്കാനൊരു ദൈവമുണ്ട്. എവിടെയാണെങ്കിലും കാണുന്ന 2 കണ്ണുകളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഉൽപ്പത്തി പുസ്തകം 30 ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യാക്കോബിന്റെ ഭാര്യ റാഹേൽ, അവൾ തീ നിന്നാണ് കഴിയുന്നത്. ലേയെ പോലെയല്ല, മാറി മാറി മക്കളിൽ നിന്നില്ല. ആണിനാണും പെണ്ണിന് പെണ്ണും ഒക്കെ ഉണ്ട്. ലേയ്ക്ക് റാഹേലോ വേദനയോടെ കഴിയുകയാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരു നിന്ദിക്കപ്പെട്ട പാത്രമായി ആർക്കും വേണ്ടാത്തവളെ പോലെ തീ തിന്ന് കഴിയുന്നതായ റാഹേൽ, അവൾക്ക് ഒന്നേ ചെയ്യാം. അരിഷ്ടതയിലും കഷ്ടതയിലും വേദനയിലും കണ്ണുനീരിലും ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവൾക്ക് വ്യക്തമായ വിശ്വാസമുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു റാഹേൽ. എന്തുണ്ടായി? 30-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിച്ച്. 30-22. ദൈവം റാഹേലിനെ ഓർത്തു, ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങൾ കേട്ടോ? ദൈവം റാഹേലിനെ ഓർത്തു. ഭൂമിയിൽ ഒരു പാവപ്പെട്ട ദൈവവൈതൽ ചങ്കുപൊട്ടി കരയുന്നതിന്റെ വേദനയുടെ ശബ്ദം സ്വർഗം കേട്ടു. മറുപടി ഒഴുകി വന്നു. കുഞ്ഞുങ്ങളെ കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹൃദയം പകരാനൊരു കാൽപാദമില്ലേ? പാപത്തിന്റെ ഭാരത്താലാണോ? ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലെ പാപിനിയായ സ്ത്രീയെ പോലെ ആ കാൽക്കലങ്ങ് വീടേ ദൈവമക്കളെ. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. വീഴാനൊരു ഇടമില്ലേ? ചാരാൻ്റെ മാറിടമില്ലേ? ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാൻ 2 കരങ്ങളില്ലേ? ഇല്ലായ്മയിൽ കരുതുന്ന, കാക്കുന്ന, അനുഗ്രഹിക്കുന്ന കരങ്ങളില്ലേ? നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ദൈവം ഓർക്കും. കർത്താവിലുള്ളവരെ ഓർക്കും. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരെ ഓർക്കും. വേദനയും തീയും കഷ്ടതയും അനുഭവിക്കുന്നവരെ ദൈവം ഓർക്കും. അതിന്റെ മധ്യത്തിൽ ദൈവത്തെ തള്ളി പറയാതെ ഉള്ളം നൊന്ത് കണ്ണുനീരോടെ മുട്ടിപ്പായി അപേക്ഷിക്കുന്നവരെ ദൈവം ഓർക്കും. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. അതിന് പരിഹാരം നൽകുകയും ചെയ്യും. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, 103-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. ദൈവമക്കൾക്ക് ഒരു ഇത്രമാത്രം അനുഗ്രഹങ്ങൾ. നിങ്ങൾ പ്രായമായവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൽ നിന്തുമാത്രം അനുഗ്രഹങ്ങൾ കൈനീട്ടി വാങ്ങിച്ചു.
നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും എന്തുമാത്രം നന്മകൾ ദൈവം വാരിക്കോരി തന്നു. ഞാൻ ഇന്നും പ്രാർത്ഥിച്ചു. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. കുടുംബ പ്രാർത്ഥനയിൽ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് ഇന്ന് രാവിലെ ഉള്ളം നിറഞ്ഞ നന്ദിയോടെ പ്രാർത്ഥിച്ചു. നടത്തിയ വിധങ്ങൾ ഓർത്ത് സ്വർഗഭണ്ഡാരത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവിൽ നിന്ന് സമൃദ്ധിയായി പകർന്നു തന്നതായി നന്മകളുടെ ഭണ്ഡാരം തുറന്നുള്ള അനുഗ്രഹത്തെ ഓർത്ത് ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് 103-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം എനിക്ക് വലിയ ഇഷ്ടമാണ്. വായിച്ച്, എൻ മനമേ യഹോവയെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും 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 മറക്കരുത്. എണ്ണി എണ്ണി പറഞ്ഞ് സ്തുതിക്കണം. രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞ് സ്തുതിച്ച് അങ്ങ് ഉറങ്ങണം. ചട്ടങ്ങളും വചനങ്ങളും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ പറയും, അവന്റെ ചട്ടങ്ങളും അവന്റെ വിധികളും നിങ്ങൾ ഒരിക്കലും മറക്കാതെ അവയെ കൺമുമ്പിൽ നിങ്ങൾ വെച്ചുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. എനിക്കൊരു കാര്യം എടുത്തു പറയാനായിട്ടുണ്ട്. നന്ദിയുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കും. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഓർത്ത ഒരു കാര്യമാണ്. ദുർഗുണങ്ങളിൽ, ചീത്ത ഗുണങ്ങളിൽ ഏറ്റവും വലുത് കൃതജ്ഞതയാണ്. ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ തന്നെ പലവട്ടം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി അഗ്ലിയസ്റ്റ് ഓഫ് ഓൾ സിൻസ്. ഏറ്റവും വൃത്തികെട്ട ദുർഗന്ധം നിറഞ്ഞതായ ഒരു പാപമുണ്ട്. അത് നന്ദിയില്ലായ്മയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം കരയറ്റാതിരിക്കുന്നതാണ്. തന്ന നന്മകളെ ഓർക്കാതിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. സൽഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം കൃതജ്ഞതയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നന്ദി നന്ദി നന്ദി. നന്ദിയാലെ ഉള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹം ഓർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം എടുക്കാമോ? ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ വായിച്ചു തീരുള്ള ദൈവമക്കളെ, അത്രമാത്രം 12 വാക്യങ്ങൾ കുറെയെങ്കിലും ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 8-ാം അധ്യായം 12 വാക്യങ്ങൾ. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. അടുത്ത വാക്യം കൂടെ. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. ഫറവോന്റെ അടിമത്തത്തിൽ ഊഴിവേല ചെയ്തുകൊണ്ട് നടന്ന ദൈവമക്കളെ അരുമനാഥന്റെ കരുത്തുള്ള കരം വിടുവിച്ച് മരുഭൂമിയിൽ കൂടി പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിസ്തംഭത്തിൽ നടത്തിയ വിധത്തെ നീ മറന്നോ? തീക്കൽപ്പാറയിൽ വെള്ളം കിട്ടിയില്ലേ? ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, ചെങ്കടൽ കടന്ന് അക്കരെ സമാധാനത്തോടെ സന്തോഷത്തോടെ മറുകരയെത്തി നൃത്തം ചെയ്യാൻ അവസരം തന്നില്ലേ? എത്രമാത്രം മറുതരിച്ചിട്ടും ദീർഘക്ഷമയോടെ ദൈവം നിന്നോട് ഇടപെട്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിച്ചു വീഴുന്ന ആ രംഗത്ത് ജീവൻ പ്രാപിക്കുവാൻ നോക്കാനായിട്ട് പിത്തളസർപ്പത്തെ നാട്ടി തന്നില്ലേ? കാൽവഴിയിൽ കർത്താവിന് ഉയർത്തിയില്ലേ? ഏകജാതനെ നിനക്ക് വേണ്ടി തന്നില്ലേ? ദൈവത്തിന്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. ഇനി എന്നാ തരാനുള്ളത്? പിതാവൻ ദൈവം തന്നെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്നു. ഏകജാതൻ ജീവൻ രക്തം നമുക്ക് വേണ്ടി തന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇതിനപ്പുറം എന്ത് തരാനുണ്ട്? ദൈവമക്കളെ, മറക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് വാടി സ്തുതിച്ചുകൊണ്ട് വേണം നടക്കാനായിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ കഷ്ടകാലത്ത് നീ ദൈവത്തെ മറക്കരുത്. യോന ദൈവമക്കളെ കഷ്ടതയിലും കൂടി പ്രയാസത്തിലും കൂടി പോയി. അവന്റെ തെറ്റുകൊണ്ട് തന്നെയാണ് ആ അരിഷ്ടതയിൽ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ആ കഷ്ടതയിൽ യോന ഓർത്തു. 2-ാം അധ്യായം വായിക്കാമോ? 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ, എന്റെ പ്രാണൻ എന്റെ ഉള്ളത്തിൽ ക്ഷീണിച്ചു മടുത്തു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കട്ടിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വയ്യേ?
ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പൗലോസ്ലീഹ പ്രാർത്ഥിച്ചതും സ്തുതിച്ചതും മറുപടി കിട്ടിയത് എവിടെ കിടന്നാണ്? കൂട്ടായ്മയുടെ മധ്യത്തിലല്ല, കാലാമത്തിലാണ്, ജയിലിലാണ്. ദൈവത്തിന് സ്തോത്രം. നാളെ ചിലപ്പോൾ കഴുത്തു വെട്ടിയേക്കാം, പക്ഷേ ദൈവത്തിന് സ്തോത്രം. ദൈവം നടത്തിയ വിധങ്ങൾ, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എന്റെ യേശു ജീവിക്കുന്നു, അവൻ മതിയായവനാണ്. ദൈവമക്കളെ, ആ ഒരു വിശ്വാസം മാത്രം മതി. ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. എന്റെ ജീവിതം ഏറ്റവും സുരക്ഷിതമായ അരുമനാഥന്റെ കരങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്നു. അവൻ എന്നെ പോറ്റും, അവൻ എന്നെ പുലർത്തും, അവൻ എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗിയിൽ പറയും, യൗവനകാലത്തിന്റെ സൃഷ്ടാവിനെ മറക്കരുത്. ഹാലലൂയ. ആരോഗ്യമുള്ളപ്പോൾ മറക്കരുത്, സമ്പത്തുള്ളപ്പോൾ മറക്കരുത്, സ്ഥാനമാനമുള്ളപ്പോൾ മറക്കരുത്. ഹാലലൂയ, നന്ദിയോടെ സ്തോത്രം. സമൃദ്ധിയുള്ളപ്പോൾ മറക്കരുത്, കഷ്ടതയിലും മറക്കരുത്, രോഗത്തിലും മറക്കരുത്, സുഖത്തിലും മറക്കരുത്. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. വാർദ്ധക്യത്തിലും മറക്കരുത്. ദൈവത്തിൻ്റെ കൈ നിന്നെ നടത്തിക്കൊള്ളും. ദൈവം നിന്നെ ഓർക്കും. ഹാലലൂയ, നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നമ്മൾ ഓർപ്പിക്കണമെന്ന് യേശയ്യാപ്രവാചകൻ പറയും. യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം വേഗം എടുത്ത് 62-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യവും ലൂക്കോസ് 23 എടുത്തു വെക്കണം. നമ്മൾ ഇടയ്ക്കൊക്കെ അല്ല ദൈവമക്കളെ, എപ്പോഴും എൻ്റെ ദൈവമേ എന്നെ മറക്കരുത് കേട്ടോ, എന്നെ മറക്കരുത് കേട്ടോ. നന്ദിയോടെ ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഈ കഷ്ടതയിലാണ് കേട്ടോ, ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ് കേട്ടോ, ഞാൻ രോഗക്കിടക്കയിലാണ് കേട്ടോ, എനിക്ക് കാശൊട്ടും ഇല്ലാതെ ഞാൻ പട്ടിണിയിലാണ് കേട്ടോ. ദൈവത്തിൻ്റെ മഹത്വം ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണ് കേട്ടോ, ഞാനൊരു നിന്നാപാത്രമായിരിക്കുകയാണ് കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്നെ ഒന്ന് ഓർക്കണമേ. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. യേശയ്യാ 62:6. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. കേട്ടോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ഇന്നും തുടങ്ങണം. എപ്പോഴും എന്നെ ഒന്ന് ഓർക്കണം കർത്താവേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. താഴ്ചയിൽ എന്നെ ഓർത്തവനെ എന്നെ ഒന്ന് ഓർക്കണം കേട്ടോ. ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഈ അടുക്കളയിൽ ബദ്ധപ്പാടിലാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിലാണ് കേട്ടോ, ഇപ്പോൾ ഞാൻ വേലസ്ഥലത്താണ് കേട്ടോ, ഇപ്പോൾ ഞാൻ മോട്ടോർ ബൈക്ക് ഓടിക്കുകയാണ് കേട്ടോ, ഇപ്പോൾ ഞാൻ കൂലിവേല ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ ഒന്ന് ഓർക്കണമേ. അതിന് സമയം വേണ്ടല്ലോ. എനിക്കൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ലൂക്കോസ് 23 എടുത്ത് ലൂക്കോസ് 23-ാം അധ്യായത്തിന്റെ 42-43 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ഗോകുൽത്തയിലേക്ക് വന്നേ, കാൽവരി ക്രൂശിൻ ചോട്ടിലേക്ക് വന്നേ. ഓ, രക്തമാർന്നൊളിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവൻ വേദനയോടെ പെടഞ്ഞ് എനിക്ക് വേണ്ടി രക്തമാർന്നൊലിച്ച് കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് പകരം എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എനിക്ക് വേണ്ടി രക്തം മാറുന്നൊലിച്ച് ജീവൻ ഊറ്റി തന്ന് കിടക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ ശിക്ഷ അനുഭവിക്കുന്നു, ഞാൻ രക്ഷ അനുഭവിക്കുന്നു. ഹാലലുയ. വലത്തുഭാഗത്തെ കള്ളനാതൊരു യാഥാർത്ഥ്യമാണ്. ഹാലലുയ, ഹാലലുയ. അവൻ കണ്ണാലെ നേരിട്ട് കാണുകയാണ്. അതുപോലെ നിങ്ങളുടെ ഉള്ളം കണ്ണുകൊണ്ട് രക്തം മാറുന്നൊലിച്ച് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹാലലുയ ഈ കണ്ണ് തുറന്നൊന്ന് കാണാമോ? വിശ്വാസ കണ്ണ് തുറന്ന് കാണാമോ? ആ പച്ച രക്തത്തിന്റെ സുഗന്ധം നിങ്ങൾ മണക്കുന്നില്ലേ? ആ യേശു നിന്നെ നോക്കുന്നു, ഞാൻ യേശുവിനെ നോക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എനിക്കൊരു വാക്ക് എൻ്റെ കർത്താവിനോട് പറയാനുണ്ട്. വലത്തുഭാഗത്തെ കള്ളനോട് ചേർന്ന് നീ എന്നെ ഒന്ന് ഓർക്കണമേ. നന്ദിയോടെ സ്തോത്രം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ. നീ വീണ്ടും വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ. നീ ഭാവികളെയല്ല വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ. സ്വർഗ വീട്ടിൽ എന്നെ എത്തിക്കണമേ. കാൽവറിയിൽ കാത്തിരിപ്പിന് ആവശ്യമില്ല. ഉടനെ മറുപടി കെട്ടി, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും, ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും, ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും. പാവപ്പെട്ട അടി നീ ഓടി നടന്ന് വചനം പറയുന്നതിന് പിന്നിൽ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ക്രൂശിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ച് സ്വർഗപർദീസയിൽ നിത്യത കഴിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തുതി.